കോഴികൂവൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ വലിയൊരു പ്രതീകമാണ്. നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ നാമൊക്കെ പണ്ട് കാലത്ത് കോഴി കൂവുന്നത് കേട്ടാണ് ഉണർന്നിരുന്നത്. പക്ഷേ ഇന്ന് കോഴി കൂവുന്ന ശബ്ദമോ ഒന്നും നമ്മൾ കേൾക്കാറില്ല. നമ്മുടെ കാലം പുരോഗമിച്ചു. പക്ഷേ വിശുദ്ധ ഗ്രന്ഥത്തിലെ പത്രോസുമായിട്ട് ബന്ധപ്പെട്ട് ഈ കോഴികൂവൽ ഒത്തിരി പ്രസക്തമാണ്. പത്രോസ് ശ്ലീഹായോട് യേശു ഒരിക്കൽ പറഞ്ഞു, യേശുവിൻ്റെ അടുത്ത് പത്രോസ് ശ്ലീഹ ഒത്തിരി സ്വാതന്ത്ര്യമുള്ള ഒരു ശിഷ്യനായിരുന്നു. യേശു ഒരിക്കൽ പറഞ്ഞു, മരണത്തെക്കുറിച്ചും തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോൾ യേശു പിടിച്ചു നിർത്തിയിട്ട് യേശുവിനോട് പറഞ്ഞ്, നിനക്കങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. പത്രോസിനെ യേശു ശകാരിക്കുന്നുണ്ട്. സാത്താനെ, പുറകിൽ പോകൂ, നീ ചിന്തിക്കുന്നത് വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അവിടെയെല്ലാം പത്രോസിൻ്റെ ഒരു മനോവികാരമായിരുന്നു, യേശുവിന് എന്ത് സംഭവിച്ചാലും മരണം വന്നാലും ഞാൻ കൂടെ ഉണ്ടാകും എന്ന്. ആ പത്രോസാണ് 3 പ്രാവശ്യം യേശുവിനെ തിരസ്കരിച്ചു പറഞ്ഞു. അതിലേറെ പ്രാവശ്യം പത്രോസ് തൻ്റെ ജീവിതത്തിലൂടെ യേശുവിനെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷമ പ്രതിസന്ധിയിൽ പത്രോസിന് അതല്ലാതെ മറ്റൊരു മാർഗമില്ലാഞ്ഞിട്ടാണോ 3 പ്രാവശ്യം തിരസ്കരിച്ചപ്പോൾ 3-ാമത്തെ പ്രാവശ്യം തിരസ്കരിച്ച് കഴിഞ്ഞപ്പോൾ കോഴി കൂവുകയാണ്. പത്രോസിന് തന്നിലേക്ക് തന്നെ തിരിയുന്ന പത്രോസിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇല്ലായ്മപ്പെടുന്ന പത്രോസ്. പക്ഷേ യൂദാസിൻ്റെ കുറ്റമെന്ന് പറയുന്നതും ഈ വഞ്ചിക്കൽ, ഗുരുവേ സുസി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വഞ്ചന, ഈ യൂദാസിന് വേണമെങ്കിലും ഈ തിരസ്കൃതനായിപ്പെട്ട പോലെ തിരിച്ചു വരാമായിരുന്നു. യേശുവിൻ്റെ ഒരു നോട്ടത്തിലൂടെ പത്രോസ് ശ്ലീഹ യേശുവിലേക്ക് കൂടുതൽ അടുക്കുകയാണ്. ഈ സെൻറ്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പത്രോസ് ശ്ലീഹായുടെ ആകാര സൗഷ്ഠവം മുഴുവൻ ഈ ചത്വരത്തിൽ നിന്നാലേ നമുക്ക് കാണാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പത്രോസ് ശ്ലീഹായ്ക്ക് സംഭവിച്ചത് കോവാദിസ്, വേർ യു ആർ ഗോയിങ് എന്ന് പറഞ്ഞ വലിയ ക്ലാസിക്കൽ ഫിലിമാണ്. ആ കോവാദിസിലെ പത്രോസ് ശ്ലീഹ റോമൊക്കെ വിട്ടുപോവുകയാണ്. വിശ്വാസികളെ പന്തങ്ങൾ പോലെ നിന്ന് കത്തിച്ച അനുഭവം പത്രോസ് ശ്ലീഹ കണ്ണുകൊണ്ട് കണ്ടപ്പോൾ പത്രോസ് ശ്ലീഹ വിചാരിച്ചു, ഈ നാട് നമുക്ക് പറ്റിയതല്ല. പത്രോസ് ശ്ലീഹ റോമിൽ നിന്ന് വിട്ടു പോകാൻ പോവുകയാണ്. ഞാനൊരിക്കൽ റോമിൽ ചെന്നപ്പോൾ പത്രോസ് ശ്ലീഹ നടന്നു പോയ ആ വഴി, കോവാദിസിൻ്റെ വഴി, ആ വഴിയെ നടന്നു. കോവാദിസ് എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്, ആ പള്ളി വരെ നടന്നു. യേശു പ്രത്യക്ഷപ്പെട്ടിട്ട് പത്രോസ് ശ്ലീഹയോട് ചോദിക്കുന്ന ഇടമാണ് കോവാദിസ്, വേർ യു ആർ ഗോയിങ്. പത്രോസ് ശ്ലീഹായ്ക്ക് ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു യൂടേണാണ്. ഈ കോഴികൂവൽ എന്ന് പറയുന്നത് ഒരു യൂടേൺ, അതുപോലെ തന്നെ ഒരു യൂടേണാണ് പത്രോസ് ശ്ലീഹായ്ക്ക് ഈ യേശുവിൻ്റെ അശരീരി എന്ന് പറയുന്നത്.
പത്രോസ്ലിഹായെ ആക്കിയത് യേശുവാണ്. ഒരു വ്യക്തിയാക്കുക എന്ന് പറയുമ്പോൾ മെരുക്കി പത്രോസ്ലിഹായെ പത്രോസ് ആക്കുക. പത്രോസായിരുന്ന ആളെ പത്രോസ്ലിഹായെ ആക്കുകയാണ്. ആദ്യത്തെ മാർപ്പാപ്പ. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ കയ്യിലേക്ക് നമ്മളെ കൊടുക്കൂ. യേശു നമ്മളെ രൂപപ്പെടുത്തിയെടുക്കും, സംശയമില്ല.